പുൽക്കൂട്ടിലിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ ജീവിതത്തിൻ്റെ സംതൃപ്തി എത്ര മധുരമുള്ളതാണതല്ലേ. കല്യാണം ഉറപ്പിച്ച നാൾ മുതൽ ദൈവത്തിൻ്റെ പദ്ധതികൾ കേട്ട് വിവിധങ്ങളായ പ്രതിസന്ധികളോടെ കടന്നു വന്ന ഒരു അമ്മയുടെ യാത്രകളൊക്കെ നമ്മൾ ഓർക്കുമല്ലേ ബെത്ലഹേമിലേക്ക്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഗർഭിണിയാണെന്ന് ആളുകൾ അറിയുമ്പോൾ സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകളും മാറി നിന്നുള്ള കളിയാക്കലുകളും കടന്നു പോകുന്ന വഴികളിലൊക്കെ കെട്ടിയോ നിൽക്കുമ്പോഴുള്ള കമൻസുകളൊക്കെ കേൾക്കുമ്പോൾ എന്തുമാത്രം പൊള്ളുന്നൊരു മനസ്സ് അനുഭവങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നമുക്കറിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ശാന്തമായി പുൽക്കൂട്ടിലിരിക്കുന്ന പരിശുദ്ധ അമ്മ. ഈശോൻ്റെ ജനനത്തിൽ ഔസേപ്പിതാവിനും മാതാവും ആട്ടിടയന്മാരും പൂജരാജക്കന്മാരൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ കടന്നു വന്ന വഴികളിലെ ആ സഹനത്തിൻ്റെ സൗരഭ്യം ദൈവത്തിനുമ്പിൽ സമർപ്പിച്ച അമ്മയുടെ മുഖത്തും ജീവിതത്തിലുമുള്ളൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം അത്ര മനോഹരമായിരുന്നു ദൈവത്തിനുമ്പിൽ. നമ്മുടെ ജീവിതങ്ങളിൽ നോക്കി നമ്മുടെ പല വീടുകളിലെ അമ്മമാരൊക്കെ എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാ. പക്ഷേ കുടുംബത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവത്തെ പ്രതി കുടുംബത്തെ പ്രതി ചേർത്ത് പിടിക്കുന്ന അമ്മമാർ പരിശുദ്ധ അമ്മയിലേക്കുള്ള എളുപ്പ വഴിയാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളുടെ കടന്നു പോയാലും ദൈവം പരിശുദ്ധ അമ്മയെ ഒരുക്കിയതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ ഒരുക്കുമെന്ന് നമുക്ക് ഈ പുൽക്കൂട്ടിലെ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത നമ്മുടെ അമ്മമാരും കല്യാണത്തിനൊക്കെ എന്തുമാത്രം സ്വപ്നങ്ങളായിട്ട് വന്നവരാണല്ലേ. ഒരുപക്ഷെ ആ സ്വപ്നത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നവരായിരിക്കാം, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവരായിരിക്കും. എങ്കിലും പുൽക്കൂട്ടിലിരിക്കുന്ന പരിശുദ്ധ അമ്മ പറയും, ഓരോ അമ്മയും കടന്നു പോകുന്ന മേഖലകൾ എന്തുമാകട്ടെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് ഓരോ അമ്മമാരെക്കുറിച്ചും. നമ്മുടെ അമ്മമാരെ ഓർക്കാം. ഒന്ന് നോക്കിയേ, പരിശുദ്ധ അമ്മയുടെ തൊട്ടരികിൽ നമ്മുടെ അമ്മ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ ചിത്രമാണല്ലേ. ഔസേപ്പിതാവിൻ്റെ അപ്പുറത്തും നമ്മുടെ വീട്ടിലെ അപ്പനും നമ്മുടെ വീടിൻ്റെ പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ അപ്പുറത്ത് മറിയത്തിൻ്റെ അടുത്ത് നമ്മുടെ അമ്മ ഇരിക്കുമ്പോൾ അതല്ലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും സുന്ദരമായ പുൽക്കൂട്. അമ്മമാരിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഹനങ്ങളുടെ കടന്നു പോകുന്ന അമ്മമാരെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.